ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റിങ്ങിലെ ലാസ്റ്റ് ഭാഗമായിട്ടുള്ള റീസെൻറ്റ് ട്രെൻഡ്സ് ആണ്. ബഡ്ജറ്റിങ്ങിലുള്ള റീസെൻറ്റ് ട്രെൻഡ്സ് ആണ് പറയുന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആണ്. ഇപ്പോൾ പലതരത്തിലുള്ള ട്രെൻഡ്സുകളുണ്ട് ബഡ്ജറ്റിങ്ങിൽ. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്, പെർഫോമൻസ് ബഡ്ജറ്റിംഗ്, ഇങ്ങനെ അതേപോലെ പ്രോഗ്രാം ബഡ്ജറ്റിംഗ്, ലീനിയർ കർവ് ബഡ്ജറ്റിംഗ്, റോളിംഗ് ബഡ്ജറ്റ്, സ്കൈസൺ ബഡ്ജറ്റിംഗ്, ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ്, ഇത്രയും റീസെൻറ്റ് ട്രെൻഡ്സ് ബഡ്ജറ്റിങ്ങിലുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആണ്. അപ്പോൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്താണെന്ന് നോക്കാം. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഇസ് എ ബഡ്ജറ്റിംഗ് ടെക്നിക്സ്. എന്താണിത്? ഇതൊരു ബഡ്ജറ്റിംഗ് ടെക്നിക്കാണ് വിച്ച് എയിം ഓൺ റിഡക്ഷൻ ഇൻ കോസ്റ്റ് ആൻഡ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇതെന്താണ് എയിം ചെയ്യുന്നത്? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, അതേപോലെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇനി സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പീറ്റർ എ ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. 1969 ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കാം സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്താണ്. അണ്ടർ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ്, ബഡ്ജറ്റ്സ് ആർ പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രീവിയസ് ഇയേഴ്സ് ബഡ്ജറ്റ്. അതായത് നമുക്കറിയാം, നമ്മളിപ്പം ഇതിൻ്റെ മുന്നേ സീറോ ബേസ്ഡ് ബഡ്ജറ്റ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ സാധാ ബഡ്ജറ്റ് എന്താണെന്ന് പഠിച്ചു. ആ ബഡ്ജറ്റൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ പാസ്റ്റ് ഇൻഫോർമേഷൻ്റെ ബേസിൽ, അല്ലെങ്കിൽ പാസ്റ്റ് ബഡ്ജറ്റിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രഡീഷണൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ സീറോ ബേസ്ഡ് ബഡ്ജറ്റിൽ നമ്മൾ ഒരിക്കലും തന്നെ എന്ത് ചെയ്യില്ല? പാസ്റ്റ് ബഡ്ജറ്റ്സ് കൺസിഡർ ചെയ്യില്ല. ഇവിടെ ZBB എന്ന് ഉദ്ദേശിക്കുന്നത് സീറോ ബേസ്ഡ് ബഡ്ജറ്റാണ്. എവറി ബഡ്ജറ്റ് പീരീഡ് ഈസ് കൺസിഡർ ആസ് എ ന്യൂ ഇയർ ആൻഡ് സ്റ്റാർട്ട് ഫ്രം സീറോ. അപ്പോൾ പേര് പോലെ തന്നെ എല്ലാ ഇയറും, ഇപ്പം ജൂണത്തത് ഒരു വർഷത്തെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ മുന്നേ ഉള്ള വർഷത്തിനെ കൺസിഡർ ചെയ്യാതെ ഓരോ വർഷവും ഒരു പുതിയ ഇയറായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് എല്ലാം എന്ത് ചെയ്യാണ്? സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ എന്നായിരിക്കും. അതായത് പാസ്റ്റിനെ കൺസിഡർ ചെയ്യില്ല, എല്ലാം സ്റ്റാർട്ട് ചെയ്യുക സീറോ എന്നായിരിക്കും സീറോ ബേസ്ഡ് ബഡ്ജറ്റിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിൽ പറയാനുള്ളത്. ഇനി അതേപോലെ സീറോ ബേസ്ഡ് ബഡ്ജറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രയോറിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് സീറോ ബേസ്ഡ് ബഡ്ജറ്റാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് സ്റ്റാർട്ട് ഫ്രം സീറോ എവറി ഇയർ. എല്ലാ ഇയറിലും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിൽ നിന്നാണ്. ഓക്കെ, പാസ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇനി ഓൾ ദ എക്സ്പെൻഡിച്ചേഴ്സ് ആർ കൺസിഡർഡ് ആസ് എ ഫ്രഷ്. അതായത് നമുക്ക് ഓരോ വർഷവും ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ആ വർഷത്തെ പുതിയ എക്സ്പെൻഡിച്ചറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും, പാസ്റ്റിനെ കൺസിഡർ ചെയ്യില്ല. ദെൻ മണി ടു ബി സ്പെൻഡ് നീഡ് ടു ബി ഫുള്ളി ജസ്റ്റിഫൈഡ്. നമ്മൾ മണി സ്പെൻഡ് ചെയ്യുന്നതും അതിൻ്റെ നീഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അനാലിസിസ് ഫോർ ഈച്ച് എക്സ്പെൻഡിച്ചർ ഈസ് അണ്ടർടേക്കൺ. ഓരോ എക്സ്പെൻഡിച്ചറിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യും. ദെൻ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ പാക്കേജസ് ആർ മെയ്ഡ് ഫോർ ഈച്ച് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റിക്കും ആവശ്യമായിട്ടുള്ള ഡിസിഷൻ പാക്കേജസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദെൻ ദ മാനേജേഴ്സ് ഓർ ഓഫീസേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഈച്ച് പാക്കേജസ്. നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന ഓരോ ഡിസിഷൻ പാക്കേജിനും അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അത് അവരുടെ മാനേജേഴ്സിനോ അല്ലെങ്കിൽ ഓഫീസേഴ്സിനോ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഈച്ച് ഡിസിഷൻ പാക്കേജസ് ആർ റാങ്ക്ഡ് ആസ് പെർ ദർ പ്രയോറിറ്റി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓരോ ഡിസിഷൻ പാക്കേജസും അതിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് റാങ്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സീറോ ബേസ്ഡ് ബഡ്ജറ്റിൻ്റെ പ്രോസസ്സ്. എങ്ങനെയാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ്. ഫസ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ബഡ്ജറ്റിംഗ്. ആദ്യം തന്നെ നമ്മൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റിൻ്റെ പർപ്പസ് എന്താണെന്ന് എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യണം. അതാണ് ആദ്യം ഒബ്ജക്റ്റീവ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യണം. അത് എന്തൊക്കെയാണ്?
to reduce expenditure, to discontinue an activity or project in alternative for any activity. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി ഡിസിഷൻ യൂണിറ്റ്. നെക്സ്റ്റ് നമ്മൾ ഡിസിഷൻ യൂണിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കോസ്റ്റ് സെൻറ്റേഴ്സോ ഡിപ്പാർട്ട്മെൻറ്റോ ഒക്കെയാണ് നമ്മൾ ഡിസിഷൻ യൂണിറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. The cost center or departments where ZBB is to be applied is to be identified. ഏത് കോസ്റ്റ് സെൻറ്ററിലാണ് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ ZBB അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ആ ഒരു കോസ്റ്റ് സെൻറ്ററിനെ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പ് ഡെവലപ്മെൻറ്റ് ഓഫ് ഡിസിഷൻ പാക്കേജസ്. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ കോസ്റ്റ് സെൻറ്റേഴ്സിനെയും ഡിപ്പാർട്ട്മെൻറ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡിസിഷൻ പാക്കേജസ് എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം. ദെൻ ഫോർത്ത് വൺ ഇവാലുവേഷൻ ആൻഡ് റാങ്കിങ് ഓഫ് ഡിസിഷൻ പാക്കേജസ്. നമ്മൾ ഇപ്പം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡിസിഷൻ പാക്കേജസ് അതിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം, അതിൻ്റെ ബെനിഫിറ്റിനും പ്രയോറിറ്റിക്കും അനുസരിച്ച് നമ്മൾ അതിനെന്ത് ചെയ്യണം, റാങ്ക് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് വൺ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ടു ഡിസിഷൻ യൂണിറ്റ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ബജറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ ഫണ്ട് നമ്മൾ ഓരോ ഡിസിഷൻ യൂണിറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുകയും അവസാനം നമ്മൾ എന്ത് ചെയ്യുക, ബജറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മൾ സീറോ ബേസ്ഡ് ബജറ്റിങ് ചെയ്യുമ്പം ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ZBB ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ എലിമിനേറ്റ് ദ ഓൾ ടൈപ്പ് ഓഫ് വേസ്റ്റേജസ് ആൻഡ് ഇൻഎഫിഷ്യൻസീസ്. സീറോ ബേസ്ഡ് ബജറ്റിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വേസ്റ്റേജസ് അതേപോലെ ഇൻഎഫിഷ്യൻസീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ദെൻ കോസ്റ്റ് റിഡക്ഷൻ ഉണ്ട്, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ എൻഷുർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് മാനേജേഴ്സിന് എന്ത് ചെയ്യാം, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ലീഡ്സ് ടു ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷണൽ എഫിഷ്യൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നു. ബിക്കോസ് ദ മാനേജർ ഹാവ് ടു ജസ്റ്റിഫൈ ദർ ആക്ടിവിറ്റീസ്. മാനേജേഴ്സ് എന്ത് ചെയ്യും, അവരുടെ ആക്ടിവിറ്റീസ് ജസ്റ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഓപ്പറേഷണൽ എഫിഷ്യൻസിയിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ഇംപ്രൂവ് ദ കമ്മ്യൂണിക്കേഷൻ കോർഡിനേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാനും അതേപോലെ കോർഡിനേഷൻ, എംപ്ലോയീസ് തമ്മിൽ കോർഡിനേഷൻ കൊണ്ടുവരാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഇത്രയുമാണ് എന്ത് അഡ്വാൻറ്റേജസ് ഓഫ് ZBB. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ZBB ആണ്. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ആണ്. കൂടുതൽ ടൈം എടുത്ത് ചെയ്യേണ്ട ഒന്നാണ് എന്ത് ഈ ZBB പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ലോട്ട് ഓഫ് പേപ്പർ വർക്കുകൾ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കോസ്റ്റ്ലി ആണ്. പിന്നെ എന്താണ്, ഇറ്റ് റിക്വയേഴ്സ് സ്കിൽഡ് മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഓരോ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലും അതിനാവശ്യമായിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സ്, അതായത് എഫിഷ്യൻറ്റ് ലേബേഴ്സ് ആവശ്യമാണ്. സ്കിൽഡ് മാനേജേഴ്സ് മേ നോട്ട് ബി അവൈലബിൾ. ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ZBB ഈസ് നോട്ട് ഓൾവേസ് അക്സെപ്റ്റബിൾസ് ടു സ്റ്റാഫ് ഫോർ മാനേജ്മെൻറ്റ്. ZBB എന്താണ്, സ്റ്റാഫുകളും മാനേജ്മെൻറ്റും ഒക്കെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അത് അവരെന്ത് ചെയ്യാം, റെസിസ്റ്റ് ചെയ്യാം. ഓക്കെ, സക്സസ് ഓഫ് ZBB റിക്വയർ കോപ്പറേഷൻ ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റ് കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ZBB പ്രിപ്പറേഷൻ എന്ത് ചെയ്യുള്ളൂ, സക്സസ് ആവുകയുള്ളൂ. കാരണം എന്താ, എല്ലാ ഏരിയയിൽ നിന്നും നമുക്ക് നല്ല കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ZBB എന്താവുള്ളൂ, സക്സസ് ആവുള്ളൂ. അല്ലെങ്കിൽ അത് ഫ്ലോപ്പായിട്ട് പോകും. അപ്പോൾ ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ZBB. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ബജറ്റിങ്ങിൻ്റെ ലാസ്റ്റ് ഏരിയ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ട്രഡീഷണൽ ബജറ്റിംഗ് ആൻഡ് ZBB. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇപ്പോൾ ട്രഡീഷണൽ ബജറ്റിങ്ങും ZBBയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫസ്റ്റ് വൺ, ട്രഡീഷണൽ ബജറ്റിങ്ങിൽ ബിഗിൻസ് വിത്ത് പ്രീവിയസ് ഇയേഴ്സ് ആക്ച്വൽസ്. അതായത് പ്രീവിയസ് ഇയറിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ ബജറ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്നത്. ZBB അങ്ങനെയല്ല, എന്താണ്, ബേസായിട്ട് നമ്മൾ 0 ആണ് ചെയ്യുക. അതായത്
ഏത് ഇയറിലാണോ ചെയ്യുന്നത് ആ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 നിന്നായിരിക്കും. ദെൻ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ഫോക്കസ് ഓൺ മണീനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത്. ZBB ഫോക്കസ് ഓൺ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ പർപ്പസ് ആൻഡ് ഗോൾസ് എന്ത് ചെയ്യുന്നുണ്ട് അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് അക്കൗണ്ടിങ് ഓറിയൻറ്റഡ് ആണ്, പക്ഷേ ZBB എന്താണ് ഡിസിഷൻ ഓറിയൻറ്റഡ് ആണ്. നാലാമത്തത് റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് നോട്ട് ഓൺ ദി ബേസിസ് ഓഫ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, അതായത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ ബേസിലല്ല ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങിൽ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്താണെന്നറിയാലോ, നമുക്ക് എത്രയാണ് കോസ്റ്റും അതേപോലെ അതിന് എത്ര പ്രോഫിറ്റ് വരുന്നു എന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ബേസിലല്ല എന്ത് ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ചെയ്യുന്നത്. പക്ഷേ ZBB എപ്പോഴും ഡിസിഷൻ ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുക റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക. പിന്നെ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് റൂട്ടീൻ അപ്രോച്ചാണ്. ഓക്കെ, രണ്ടാമത്തേത് ZBB എന്താണ് സ്ട്രെയിറ്റ് ഫോർവേഡ് അപ്രോച്ചാണ്. പിന്നെ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് നോട്ട് പ്രയോറിറ്റി ബേസ് അല്ല, പക്ഷേ ZBB പ്രയോറിറ്റി ബേസാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രയോറിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗും കൂടി എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ദെൻ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് പ്രിപ്പയർഡ് ആനുവലി, ഓരോ വർഷത്തിലാണ് എന്ത് ചെയ്യുക ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ZBB പ്രിപ്പയർ വൺസ് ഇൻ 5 years, 5 വർഷത്തിൽ ഒരിക്കലായിട്ടാണ് എന്ത് ചെയ്യുക ZBB പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ആൻഡ് ZBB. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ബഡ്ജറ്റിംഗ് ആണ്. അതിൽ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആണ് ഈ ഒരു വീഡിയോയിൽ മൊത്തമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഓക്കെ, താങ്ക് യു.